നിയമക്കുരുക്കുകളിൽപ്പെട്ട് സൗദിയിൽ ദുരിതത്തിലായിരുന്ന കോഴിക്കോട് സ്വദേശി ഇബ്രാഹിം ഒടുവിൽ നാട്ടിലേക്ക് മടങ്ങി. ICF പ്രവർത്തകരുടെ ഇടപെടലുകളെ തുടർന്നാണ് താമസരേഖ പോലും ഇല്ലാതിരുന്ന ഇബ്രാഹിമിന് യാത്രാനുമതി ലഭിച്ചത്. കോഴിക്കോട് മൂഴിക്കൽ സ്വദേശിയായ ഇബ്രാഹിമാണ് തായിഫിലെ ICF പ്രവർത്തകരുടെ കരുതലിൽ ജന്മനാട്ടിലേക്ക് മടങ്ങിയത്. നീണ്ട 26 വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ കഴിഞ്ഞ 10 വർഷമാണ് ഇദ്ദേഹം സൗദിയിലെ തായിഫിൽ നിയമക്കുരുക്കിൽപ്പെട്ടത്. 2016 ജനുവരിയിലാണ് ഇബ്രാഹിം അവസാനമായി നാട്ടിൽ പോയി മടങ്ങിയത്. പിന്നീട് സ്പോൺസർ ഇഖാമ അഥവാ താമസരേഖ പുതുക്കി നൽകാത്തതിനെ തുടർന്ന് ഇബ്രാഹിമിന്റെ ജീവിതം പ്രതിസന്ധിയിലാവുകയായിരുന്നു. രേഖകളില്ലാത്തതിനാൽ നാട്ടിലേക്ക് മടങ്ങാനോ ജോലി ചെയ്യാനോ കഴിയാത്ത അവസ്ഥ. ഇബ്രാഹിമിന്റെ ദുരിതമറിഞ്ഞ ICF പ്രവർത്തകർ കഴിഞ്ഞ 3 മാസമായി ഈ കേസിന് പിന്നാലെയായിരുന്നു. ലേബർ കോടതിയിൽ നിന്നും അനുകൂല വിധി സമ്പാദിച്ച പ്രവർത്തകർ തുടർന്ന് പാസ്പോർട്ട് വിഭാഗമായ ജവാസാത്ത് മുഖേനയുള്ള തടസ്സങ്ങളും നീക്കി. ICF നേതാക്കളായ RM തൊൽഹത്ത്, കബീർ മുസ്ലിയാർ, സലാം ഏളാട്, അബ്ദുറഹ്മാൻ അഞ്ചുകണ്ടൻ, സാബിത്ത് ചെറുവണ്ണൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിയമ നടപടികൾ പൂർത്തിയാക്കിയത്. മടക്കയാത്രക്കുള്ള വിമാന ടിക്കറ്റ് ICF ജുനൂബ് യൂണിറ്റ് കമ്മിറ്റി സെക്രട്ടറി ജാഫർ വലിയോറ കൈമാറി. വർഷങ്ങളുടെ കാത്തിരിപ്പിന് അറുതി വരുത്തി പ്രവാസം അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ തന്നെ സഹായിച്ച സുമനസുകൾക്ക് ഇബ്രാഹിം നന്ദി പറഞ്ഞു. 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.